8ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാമിന് സോഷ്യൽ സയൻസിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനിയുള്ള ദിവസം എങ്ങനെ പഠിക്കണം എന്ന് പറയുന്ന റീലാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് റീൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇത്ര അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മാർച്ച് 31 നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് എക്സാം. മാർച്ച് 26 വർക്ക് എക്സ്പീരിയൻസ് ആർട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്സാം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ദിവസത്തിന് തലേന്ന്, അതായത് മാർച്ച് 25 ഒഴികെ ബാക്കി എല്ലാ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കണം? സോഷ്യൽ സയൻസ് പഠിക്കണം. കാരണം എന്താ വെച്ചാൽ 30% മിനിമം മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാമിൽ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് പാസ്സാൻ പറ്റൂ. അതായത് 40 മാർക്കിൻ്റെ വിഷയമായ സോഷ്യൽ സയൻസിൽ നിങ്ങൾ 12 മാർക്ക് നേടിയെടുക്കണം. ചുരുങ്ങിയതൊരു 5 ക്വസ്റ്റ്യനെങ്കിലും ആൻസർ കറക്റ്റാക്കി എഴുതിയാലേ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് നേടിയെടുക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് 10, 11, 12, 13 ഈ 4 ചാപ്റ്റേഴ്സാണ് സോഷ്യൽ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അതിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? യെസ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ മാർക്കിന് ചോദിക്കുക 10ാമത്തെ ചാപ്റ്റർ, 11ാമത്തെ ചാപ്റ്റർ, 12ാമത്തെ ചാപ്റ്റർ, 13ാമത്തെ ചാപ്റ്ററാണ്. ബാക്കിയുള്ള 1 മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെയുള്ള ചാപ്റ്റേഴ്സിന് ക്വസ്റ്റ്യൻ വരും. പക്ഷേ കൂടുതൽ വെയിറ്റേജിന് വരിക 10, 11, 12, 13 ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതിന് മുന്നേയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? ഉഷാറാക്കി പഠിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോഷ്യൽ സയൻസ് എക്സാം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആകും. പല കുട്ടികൾക്കും ക്രിസ്മസ് എക്സാമിന് സോഷ്യൽ സയൻസ് ടഫായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു ആഴ്ചയോളം സമയമുണ്ട്. അതിൽ മാർച്ച് 26 വ്യാഴാഴ്ച നിങ്ങൾക്ക് ആർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എക്സാം എന്ന് വെച്ചാൽ ബാക്കി ദിവസമെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോഷ്യൽ സയൻസ് പഠിക്കാൻ മാറ്റി വെക്കാം. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? സോഷ്യൽ സയൻസിലെ 10, 11, 12, 13 ചാപ്റ്റേഴ്സ്, ഈ ചാപ്റ്റേഴ്സ് മുഴുവനായിട്ടും വൃത്തിക്ക് അങ്ങോട്ടേക്ക് ഉഷാറായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 25 മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി ചാപ്റ്റേഴ്സ് ഒരു 15 മാർക്കിലെ ചോദ്യങ്ങളായി ചോദിക്കുക. അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സ് നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഈ ചാപ്റ്റേഴ്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? 10 മുതൽ 13 വരെയുള്ള ചാപ്റ്റേഴ്സ് ഓരോ ലൈൻ ബൈ ലൈനിലുള്ള കോൺസെപ്റ്റ് അങ്ങോട്ടേക്ക് എന്ത് ക്ലിയർ ആക്കി വെക്കുക. സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ ടിച്ചഡ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ചോദിച്ചേക്കാം. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആൻസർ നമ്മൾ എഴുതണമെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് അല്ലെങ്കിൽ ടോപ്പിക്ക് ക്ലിയർ ആവണം. ആ ടോപ്പിക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്കാണ് നമുക്ക് എല്ലാം. സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് ഓരോ ദിവസവും നിങ്ങൾ 2 ചാപ്റ്റേഴ്സെങ്കിലും ചുരുങ്ങി പഠിച്ചിട്ട് 31ാം തീയതി എക്സാമിന് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ മാക്സിമം നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കുക. എല്ലാവർക്കും സോഷ്യൽ സയൻസ് എക്സാം ഈസി ആവട്ടെ. 12 മാർക്ക് അഥവാ 30% മാർക്കായിട്ടുള്ള 12 മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാം അഥവാ എഴുത്ത് പരീക്ഷയിൽ എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും റീടെസ്റ്റ് ചെയ്തേണ്ടി വരും. ആ ഒരു ഇതിലേക്ക് നിങ്ങൾ പോകരുത്. ഇനിയുള്ള ദിവസം കഠിനമായി പരിശ്രമിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഡെയിലി ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയുള്ള റിസൾട്ട് നേടാൻ പറ്റും. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് റീൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക.